വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബ്രിക്സ്, നാറ്റോ, യൂറോപ്യൻ യൂണിയൻ ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ. ഇന്ത്യ വലിയ രീതിയിൽ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ നാറ്റോയും യൂറോപ്യൻ യൂണിയൻ അടക്കം ഇന്ത്യക്ക് ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതിൽ ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന തലത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ അതൊന്നും കാരണമാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അതിന് പ്രത്യേക തരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിലവിൽ നാറ്റോ കഴിഞ്ഞ ദിവസം നാറ്റോ മേധാവിയായിട്ടുള്ള മാർക്ക് റൂട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും കൂടെ റഷ്യക്ക് പ്രഷർ കൊടുക്കണം, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ. കാരണം ഈ നാറ്റോ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സൈനിക സെറ്റപ്പ് ആണല്ലോ. അപ്പം അടുത്ത നാറ്റോയുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് റഷ്യ ഒരുങ്ങുന്നു എന്നുള്ളത് നാറ്റോയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, ഇന്ത്യ ഒന്ന് ഇടപെടണമെന്ന്. പക്ഷേ ഇത് അഭ്യർത്ഥനയുടെ സ്വരമല്ല, ഇത് ഭീഷണിയുടെ സ്വരമാണ്. നിങ്ങൾ ഇതിൽ ഇടപെട്ടേ മതിയാകൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തീരുവായി അടിച്ചു തരും എന്നാണ് നാറ്റോ മേധാവി പറയുന്നത്. എന്തിലാണ് തീരുവ അടിച്ചു തരുന്നത്? അത് എണ്ണ വിഷയത്തിലാണ് തീരുവ അടിച്ചു തരുന്നത് എന്ന് പറയുന്നത്. ഇന്ത്യ ശക്തമായിട്ട് അതിൽ പ്രതികരിച്ചു. നാറ്റോയുമായിട്ടൊരു തുറന്ന യുദ്ധം എന്ന പോലെയാണ് സംഭവം മുന്നോട്ട് പോയത്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ ഇതിൽ പറഞ്ഞ മറുപടി വളരെയധികം രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഈ നാറ്റോ നിങ്ങൾ ഞങ്ങൾക്ക് തീരുവ അടിച്ചു തരുമെന്നാണോ പറയുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് തീരുവ അടിച്ചു തന്നു കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന എണ്ണ സംസ്കരിച്ച് അത് പകുതി വിലയ്ക്ക് നിങ്ങൾക്കാണ് തരുന്നത്. യൂറോപ്പിലാണ് ഞങ്ങൾ തരുന്നത്. കാരണം യൂറോപ്പിന്റെ ഡയറക്റ്റായിട്ട് റഷ്യയിലോട്ട് എണ്ണ മേടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന എണ്ണയ്ക്ക് നിങ്ങൾ തീരുവ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് പട്ടിണിയിലാവുന്നത്, അത് ഞങ്ങളല്ല. ഞങ്ങളുടെ മാർക്കറ്റ് ഫോഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് കൃത്യമായിട്ട് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത്, നീയൊക്കെ തീരുവ അടിച്ചു തന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളിപ്പോ 85% എണ്ണ നമ്മുടെ ഇന്ത്യയിലേക്ക് വാങ്ങുന്നത് നിലവിൽ റഷ്യയുടെ പക്കൽ നിന്നാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ ഗയാന പോലെയുള്ള, നൈജീരിയ പോലെയുള്ള, അല്ലെങ്കിൽ നമീബിയ പോലെയുള്ള വലിയ രാജ്യങ്ങളിലേക്ക് സമീപിച്ച് ഈ എണ്ണ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആ പരിപാടി വൈവിധ്യീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പോ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോ റഷ്യയെ പോയി അടിച്ച് റഷ്യയെ സമ്പൂർണ്ണമായിട്ട് തകർത്താലും ഇന്ത്യ അത് ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് രംഗത്തെത്തിയത്. അത് ചീറ്റി പണ്ടാതെ മുടങ്ങിപ്പോയി ഈ ബ്രിക്സും ഈ നാറ്റോ നമുക്ക് നൽകിയ ഭീഷണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പെട്രോൾ വിതരണ സ്ഥാപനങ്ങളെയും അത്തരത്തിലുള്ള സംസ്കരണ പ്ലാന്റുകളെയും ആ കമ്പനികളെയുമാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയുള്ള ഒരു കമ്പനി, ഇന്ത്യയിൽ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കമ്പനി പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തുർക്കിയിലെ സെൽബി എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ജോലി ചെയ്യുകയാണ് അവര്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുർക്കിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സെൽബിയെ പൊട്ടിക്കെട്ടി പറഞ്ഞു വിട്ടോളാൻ പറയും. പക്ഷേ ഇത് നയാര എന്ന് പറയുന്ന കമ്പനിക്ക് ഡയറക്റ്റ്, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന കമ്പനീസിനാണ് ഇപ്പൊ തീരുവ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നയാരയ്ക്ക് തീരുവ അടിച്ചു കൊടുത്തിരിക്കുകയാണ് നിലവിൽ. അപ്പൊ അത് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ടും ആ കമ്പനിയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ വസ്തുത എന്നറിയണം. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രിക്സുമായി ബന്ധപ്പെട്ട് ട്രംപ് ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ബ്രിക്സിനെ ഞാൻ തകർക്കും. അത് തുറന്നു പറയുകയാണ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് തുറന്ന പോരിലേക്ക് വന്നു ട്രംപ്. ബ്രിക്സിനെ ഞാൻ തകർക്കും, ഭീഷണിയെങ്കിൽ ഭീഷണി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ അതിനെ ഞാൻ തകർത്ത് കളയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നിലും കുലുങ്ങുന്നില്ല. ഇന്ത്യ ഒന്നിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പേടിക്കുകയെങ്കിലും ചെയ്യടേ, ഞാൻ ഇവിടുത്തെ ഒരു പ്രമുഖ ഗുണ്ടയാണല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. ഒന്നിലും കുലുങ്ങുന്നില്ല. ഈ ആദ്യത്തെ ഈ എണ്ണയുടെ വിഷയത്തിൽ ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് പറഞ്ഞു, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, എണ്ണ മേടിക്കും, ഇനിയിപ്പോ നിങ്ങൾ തിരിവടിച്ചു തന്നാൽ നിങ്ങൾക്കായിരിക്കും ഇതെന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ വരുന്നൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇത്രയും വലിയ ഭീഷണി ഈ നമ്മുടെ ലോക രാജ്യങ്ങളിലെ ഗുണ്ടകളെല്ലാം ചേർന്ന് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിട്ടും ഇപ്പോ റിപ്പോർട്ട് വരുന്നത് അമേരിക്കയുടെയും നാറ്റോയുടെയും അതിർത്തി വകവയ്ക്കാതെ ഇപ്പോ പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഈ RIC ട്രോയ്ക്ക നമുക്കൊന്ന് പൊടിയെട്ടി എടുക്കണമെന്ന് റഷ്യയും ചൈനയും കൂടെ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്ന ഒരു കാര്യം. അതിന്റെ ഇടയ്ക്ക് പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. പുടിന് ഒരുപാട് അജണ്ടകളുണ്ട്. അതിലൊരു അജണ്ട സാമ്പത്തികമായിട്ട് റഷ്യയെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ മാർക്കറ്റ് ഉപയോഗിക്കാനാണ് പുടിന്റെ തീരുമാനം. ഊർജ്ജം, എണ്ണ, ഇതിലെല്ലാത്തിലും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, വലിയ രീതിയിലുള്ള ഒരു സഹകരണം വീണ്ടും വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇത് എന്തൊരു കൂത്താണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു സൈഡിൽ നിന്ന് ഭീഷണി വെച്ചിട്ടും തോറും ഇവിടെ നിന്ന് മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, ഇതെന്തോന്നാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നാടൻ ബോംബ്, മനസ്സിലായില്ലേ, ഒരു ബോംബ് കൂടെ ഇടറ എന്ന് പറയുന്നത് പോലെ. അവിടെ നിന്ന് ഭീഷണി വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് പുടിൻ ഇങ്ങോട്ട് പോകട്ടെ, വീണ്ടും ഭീഷണി വരുമ്പോൾ പറയുന്നത് 2 എണ്ണപ്പാടങ്ങളൂടെ നമ്മൾ വിലക്കെടുത്തു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും, നാറ്റോയുടെ ഭീഷണി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, യൂറോപ്യൻ യൂണിയന്റെ ഭീഷണിയും ട്രംപിന്റെ പരസ്യമായിട്ടുള്ള വെല്ലുവിളിയും പുടിന്റെ ഇങ്ങോട്ടുള്ള സന്ദർശനവും എങ്ങനെയായിരിക്കും ലോക രാജ്യങ്ങളെ ബാധിക്കുന്നത്? കാരണം നമ്മുടെ രാജ്യത്ത് എന്ത് നടന്നാലും ഇപ്പൊ ലോക രാജ്യങ്ങളെ സമ്പൂർണ്ണമായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഡൊണാൾഡ് ട്രംപ് ഈ താരിഫ് ചുമത്തും എന്ന് പറഞ്ഞുകൊണ്ട് ചിലയിടത്തൊക്കെ താരിഫ് ചുമത്തിക്കൊണ്ടൊരു ഭീഷണിയായിരുന്നെങ്കിൽ,
ഇപ്പോൾ ഉം. ഒരു പടി കൂടെ കടന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരുടെ റഷ്യൻ ഉപരോധം കടുപ്പിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യ പരീക്ഷണ വേദിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രധാനം. ഇതിന്റെ പ്രാധാന്യം അതാണ്. നമ്മളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, അത് റഷ്യൻ ബേസ്ഡ് കമ്പനിയാണ്, റഷ്യൻ കമ്പനിയാണത്. ആ കമ്പനി എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു കമ്പനിയാണിത്. കാരണം നമ്മളുടെ ഈ റോഡിൽ തിരുവനന്തപുരം മുതൽ നമ്മൾ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അനവധി പെട്രോൾ പമ്പുകൾ കാണാൻ പറ്റും. ഈ നയാര എന്ന് പറഞ്ഞിട്ട് ഒരു നീല ബോർഡിൽ പച്ച ലെറ്ററിങ്ങിൽ നയാര എന്ന് അതെ എഴുതി അതെ. വെച്ചിട്ടുള്ള ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥത ശരിക്കും റഷ്യൻ ബേസ്ഡ് കമ്പനിയാണ്. 49% ഷെയർ ആണ് അവർക്ക്. ബാക്കിയുള്ള ഷെയർ ഇന്ത്യൻ കമ്പനികൾക്കാണ്, SR അടക്കമുള്ള കമ്പനികൾക്കാണ്. അപ്പോ ഇത് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലയായ അല്ലെങ്കിൽ എണ്ണ കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന നയാര എനർജി എന്ന് പറയുന്ന ഈ കമ്പനി. പക്ഷെ ഇവർക്ക് റീറ്റെയിൽ രംഗത്ത്, ഇന്ത്യയിൽ ഇവർക്ക് ഈ പെട്രോൾ പമ്പ് രംഗത്ത് ഇവരങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഇവർക്ക് 6750 പമ്പുകൾ മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലടക്കം ഉണ്ട്, ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഭാരത് പെട്രോളിയം പോലെയോ മറ്റ് ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ ഓയിൽ പെട്രോൾ പോലെ. പോലെയോ അല്ലെങ്കിൽ റിലയൻസിന്റെ പോലെയോ ഒന്നും അങ്ങനെ വ്യാപകമായിട്ടില്ല. ആകെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് മഹാരാജ്യത്ത് ഇവർക്ക് ആകെ ഉള്ളത് 6750. പക്ഷെ ഇവർ അവിടെ അല്ല കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇവർക്ക് പമ്പിൽ റീറ്റെയിൽ രംഗമല്ല ഇവരുടേത്. ഇവരുടെ ഒരു കമ്പനി ഗുജറാത്തിലെ വാഡിനാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലെ വാഡിനാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് ഈ എണ്ണ ശുദ്ധീകരണശാലയിൽ വെച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം, നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഭൂരിപക്ഷം കയറി പോകുന്നത്. എണ്ണ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഈ ക്രൂഡ് ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണല്ലോ എല്ലാം വേർതിരിച്ചെടുക്കേണ്ടത്, പെട്രോളും ഡീസലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേർതിരിച്ചെടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കയറി കൂടുതൽ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പിന്നെ പോകുന്നത് ആഫ്രിക്കയിലേക്കുമാണ്. അപ്പോ ഈ കമ്പനിക്കാണ് ഇപ്പോൾ ഈ ഉപരോധം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപരോധം കൊണ്ടുവരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അനവധി പ്രശ്നങ്ങളുണ്ട്. ഇത് ഉപരോധം കൊണ്ടുവരിക മാത്രമല്ല, ഇവർ ആദ്യമായിട്ടൊരു ഫ്ലാഗ്ഷിപ്പ് രജിസ്ട്രി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ എന്താണ് ഈ ഫ്ലാഗ് രജിസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്നതിനായിട്ട് ഷിപ്പുകൾ പോകും. ഷിപ്പുകളിൽ കൂടെ ആണല്ലോ എണ്ണ ചരക്ക്. അതായത് നമുക്കറിയാം, ഈ കടലിൽ പോകുന്ന എല്ലാ ചരക്ക് കപ്പലിലും ഒരു പതാക ഉണ്ടാകും. അതായത് അതാത് രാജ്യത്ത് ഈ കപ്പൽ എവിടെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രജിസ്റ്റർ ചെയ്ത രാജ്യത്തിന്റെ ഒരു ഫ്ലാഗ് അതിലുണ്ടാകും. ഇപ്പോൾ ഇതിൽ ഇവര് ഫ്ലാഗ് ഉൾപ്പെടെയാണ് ഈ രജിസ്ട്രി ഇവർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ അവര് പറയുന്നു റഷ്യയുടെ കപ്പലുകൾ, അതിൽ റഷ്യൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പലുകൾക്ക് നിരോധനമുണ്ട്. റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ, അതിൽ ഇന്ത്യയുടെ പതാകയുമുണ്ട്. എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ ഫ്ലാഗുകളുള്ള ഷിപ്പിനും ഞങ്ങൾ നിരോധനം ഏർപ്പെടുത്തുകയാണ്. 400ഓളം ഷിപ്പുകൾക്ക് ഇപ്പൊ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. ഇതാണ് ഇതിനകത്ത് വരുന്നൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഈ അടുത്ത് ഈ കമ്പനി നയാര എനർജി ഇപ്പൊ നമ്മുടെ റിലയൻസുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തിയിരുന്നു, അവർക്ക് കൂടുതൽ വിവരപ്പെടുത്താനും ആ കമ്പനിയുടെ ഓഹരികൾ ഏറ്റെടുക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ ഇപ്പം ബ്രേക്ക് ആയിട്ട് നിൽക്കുകയാണ്, കാരണം ഇപ്പോഴിങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട്. അപ്പം ഇവര് ഇങ്ങനെ ഈ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് അല്ലെങ്കിൽ എണ്ണ സംഭരണ ശാലയ്ക്ക് ഇങ്ങനെ നിരോധനം വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇവർ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം ഇവർക്ക് ക്രൂഡ് ഓയിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. കാരണം ഇവർ ഡയറക്റ്റ് കൊണ്ടുവരുന്ന കമ്പനികളാണ് ഇതൊക്കെ. അവിടെ ഒരു കാരണം മറ്റേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്നതും അത് കൂടാതെ വരുന്ന കാര്യങ്ങളാണ് ഇത്. ഇത് വരുമ്പോൾ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്, ഒപ്പം തന്നെ സാമ്പത്തികമായ നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യ മന്ത്രി വക്താവ് ജസ്വാൾ പറഞ്ഞൊരു കാര്യം, ഇത് കൂടുതലും യൂറോപ്പിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ ഇരട്ടത്ത പാതി നിർത്തൂ. നിങ്ങൾ ഈ നിരോധനം ഉപരോധം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ യൂറോപ്യൻസ് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചിട്ടേ ഉള്ളൂ, നിർത്തിയിട്ടില്ല ആരും. പല രാജ്യങ്ങളും, ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയുടെ കയ്യിൽ നിന്ന് പാചകവാതകം വാങ്ങിക്കുന്നുണ്ട്. ഈവൻ ഈ വലിയ ഡയലോഗ് അടിക്കുന്ന ജർമ്മനി പോലും ഇപ്പോഴും, ജർമ്മനിയുടെ മുമ്പ് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ജർമ്മനിയുടെ 55% അവരുടെ ഗ്യാസ് എന്ന് പറയുന്ന റഷ്യൻ പൈപ്പ് ലൈനിൽ കൂടെ വരുന്ന ഗ്യാസ് തന്നെയാണ്. ഇപ്പോഴും ഇവരൊക്കെ ഈ ഡയലോഗ് അടിക്കുന്നതല്ലാതെ ഇതിന്റെ അളവ് കുറച്ചിട്ടേ ഉള്ളൂ, നിർത്തിയിട്ടില്ല. കാരണം നിർത്താൻ കഴിയില്ല ഇവർക്ക്. കാരണം ഇവരുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകില്ലേ. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അമേരിക്കയുടെ നിന്ന് എണ്ണ മേടിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ഒരു വലിയ പ്രതിസന്ധിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവരിപ്പോ ലക്ഷ്യമിടുന്നത് എങ്ങനെയെങ്കിലും ഈ റഷ്യയെ കൊണ്ട് യുദ്ധം നിർത്തിക്കുക. അത് പുടിന് നോബൽ സമ്മാനം ആണ് പുള്ളിയുടെ ട്രംപിന് നോബൽ സമ്മാനമാണ് ഏറ്റവും വലിയ സ്വപ്നം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ വാർ ഒന്ന് നിർത്തിച്ചു കിട്ടണം. അപ്പൊ അതിനുവേണ്ടി റഷ്യയെ മാക്സിമം ഞെരുക്കുക, സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് വേദിയാകുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. റഷ്യക്ക് നേരെയാണ് ഇവരുടെ ലക്ഷ്യം മുഴുവൻ. പക്ഷെ അതിനെ അവര് കരുവാക്കുന്നത് ഇന്ത്യയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന നയാര പെട്രോൾ പമ്പ്
നയാര പെട്രോൾ പമ്പ് അല്ല, നയാര എണ്ണ സംഭരണശാല, ആ ശാലയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്, ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പുതിയ നീക്കം. ഇതിനെ ഇന്ത്യ പറയുന്നത് ഈ ഇരട്ടത്താപ്പും ഇതും ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പൗരന്മാരാണ് ഞങ്ങൾക്ക് വലുത്. ആ പൗരന്മാർക്ക് ഊർജ്ജ ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റി കൊടുക്കുക ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി ഈ ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യമാണ്. ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വ്യാജ കപ്പലുകൾ ഒരുപാടുള്ള രാജ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് തന്നെ ഈ ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ 2ാം നമ്പർ ബിസിനസ് ഔദ്യോഗികമായി നടത്തുന്ന ഒരു രാജ്യമാണ്. അതായത് ഔദ്യോഗികമായി തന്നെ കള്ളനോട്ടടിച്ചിറക്കുക, ഡ്രഗ്സ് വിതരണം ഔദ്യോഗികമായി തന്നെ നടത്തുക. അത് ആ രാജ്യത്തിന്റെ ഇൻകമാണത്. കാരണം അവർക്ക് വേറെ ഇൻകങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഭീകരന്മാർക്ക് വേണ്ട വെപ്പൺസ് അതുണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള അനവധി ഷിപ്സ് ഉണ്ട്. അതായത് ലൈസൻസും മറ്റും ഇല്ലാത്തതും, പിന്നെ കള്ള ലൈസൻസ് ഉള്ള ഷിപ്പുകൾ, പിന്നെ പല രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ വെച്ചിട്ടുള്ള ഷിപ്പുകൾ, അങ്ങനെയുണ്ട്. ഇവരാണ് ലോകത്തെ ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾക്കൊക്കെ എണ്ണയും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു രാജ്യം. ഒരു കൊട്ടേഷനാണ് ഇവരെടുക്കുന്നത്. ഇവരെ കൊട്ടേഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കൃത്യമായിട്ട് ഇവിടെ എത്തും. അതാണ് അവരുടെ ഒരു രീതി. അതെങ്ങനെയെങ്കിലും എത്തിക്കും ഇവര്. അപ്പം അങ്ങനെയുള്ള ഒരു ഷിപ്പിംഗ് നെറ്റ്വർക്കും, അതായത് റഷ്യയുടെ ഷാഡോ നെറ്റ്വർക്കും. അപ്പൊ അത് പണ്ട് ഈ റഷ്യക്കെതിരെ ഒരു ഉപരോധം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്കിനെ പൂർണ്ണമായി തകർക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്ത് വലിയ ഒരു രസകരമായ കാര്യം. ഇത് എങ്ങനെയാണ് ഇത് പോകുന്നതെന്നും എവിടേക്കാണ് പോകുന്നത് എന്താണ് എന്നൊരു വലിയ പിടുത്തമില്ലാതെ പോകുന്ന ഒരു രീതി. അപ്പോ അതും ഒരു വഴി നിൽക്കുന്നു. എന്തായാലും ഇന്ത്യ ഒരു ശക്തമായ നിലപാടെടുത്ത് മുൻപോട്ട് ഇന്ത്യ പറയുന്ന കാര്യം, ഏകപക്ഷീയമായ ഒരു ഉപരോധം റഷ്യക്കെതിരെ എടുക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. അല്ലാതെ ഒളിച്ചും പാത്തും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ദ്വയാർത്ഥം വരുന്ന രീതിയിലോ ഇല്ലെങ്കിൽ ഒളിച്ചു കടത്തിയോ ഒന്നുമല്ല പറഞ്ഞത്. വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഏകപക്ഷീയമായി റഷ്യക്കെതിരെ എടുത്തിരിക്കുന്ന ഈ ഉപരോധം അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് അവര് മുൻപോട്ട് നമ്മുടെ ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ ഗുജറാത്തിലെ വാഡ്നാറിൽ പ്രവർത്തിക്കുന്ന ഈ നയാര എനർജിയുടെ ആ സംഭരണശാല വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന തരത്തിലേക്ക് അവർ നീങ്ങി തുടങ്ങിയപ്പോഴും ഇന്ത്യയുടെ നിലപാട് മാറ്റിയില്ല. ഇവിടെയാണ് നാം അത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. ഇവിടെ ഒരു ചെറിയ കാര്യം കൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ ഇസ്രയേലും റഷ്യ 2 രാജ്യങ്ങൾ ഒരിക്കലും ഇന്ത്യയെ വിട്ട് നിന്നിട്ടില്ല. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ വളരെ നന്ദിയുള്ള ഒരു ജനതയാണ് ഈ രണ്ടും. ഒന്ന് ഇസ്രയേലിലെ ജൂത ജനതയ്ക്ക് അഭയം കൊടുത്തിരുന്ന നാടാ. അതുപോലെ തന്നെ 1600കളിൽ റഷ്യൻ സാമ്രാജ്യം തകർന്നടിഞ്ഞപ്പോൾ അനവധി റഷ്യക്കാർക്ക് സ്വാഗതമരുളിയ നാടായിരുന്നു ഈ ഭാരതം. അവിടെ ഇവർ നമ്മുടെ രാജ്യത്ത് അവരെ പാർപ്പിച്ച് നമുക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരുടെ രാജ്യം തിരികെ കിട്ടിയപ്പോഴേക്കും റഷ്യയിലേക്ക് അവരെല്ലാം മടങ്ങിപ്പോയി. ഇന്നും ആ ജനത ആ വികാരം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്, കാരണം ഇസ്രയേലിലെ ജനത്തിന് എന്താണോ ഇന്ത്യ എന്ന വികാരം, അതുപോലുള്ള വികാരം പേറുന്നവരാണ് റഷ്യൻ ജനത. അതിനൊരു ചരിത്രപരമായ ഒരു കാര്യമുണ്ട്, വൈകാരികമായ ഒരു കഥയുണ്ട്, ചരിത്രമുണ്ട് അതിന്. അപ്പം സ്വാഭാവികമായി തന്നെ ഇപ്പോൾ ഈ ഒരു ദേശീയ താല്പര്യം മുൻനിർത്തി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ മോദി സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് അതിനോട് ഒപ്പം പോകുന്ന ഒരു മനസ്സ് അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ മുമ്പായിരുന്നെങ്കിൽ നമുക്കിത് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് വരുമോ? ഒരിക്കലും വരില്ല. ഇത് കട്ടക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഏകപക്ഷീയമായ റഷ്യക്കെതിരെയുള്ള ഉപരോധം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചവരാണ് അമേരിക്ക. ഉപരോധം ഉണ്ടായിരുന്നു, നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടി അവിടെ. ആ സമയത്ത് നമ്മളെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ റഷ്യ ഒരു വലിയ പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുമ്പോൾ നട്ടൽ നിവർത്തി റഷ്യക്കൊപ്പമാണ് ഞങ്ങൾ, നിങ്ങളുടെ ഉപരോധത്തെ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചത് ഇന്ത്യയാണ്. ചൈന റഷ്യയുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇവരൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടില്ല. ഇതൊന്ന്. രണ്ടാമത്, ഇതിനെ മറികടക്കാൻ ഇന്ത്യ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, റഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമേരിക്കയിലേക്ക് ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യണം ഒരു കാര്യവും താല്പര്യവുമില്ല. കാരണം ഞങ്ങളുടെ ഇൻകത്തിന്റെ വെറും 3% മാത്രമാണ് അമേരിക്കയിലേക്ക് ഞങ്ങളുടെ കയറ്റുമതി. അതിന് പകരം ഞങ്ങൾ വഴി കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പ്രതിദിനം കയറ്റി അയക്കുന്നത് 76,000 ബാരൽ ക്രൂഡ് ഓയിലാണ്. അതിന്റെ അളവ് ഞങ്ങൾ കുത്തനെ കൂട്ടാൻ പോവുകയാണ്. ഞങ്ങളുടെ എണ്ണ വാങ്ങാൻ ഇന്ത്യയും ചൈനയൊക്കെ റെഡിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ബ്രിക്സ് രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യക്ക് എണ്ണ വില കുറച്ച്, അതായത് ഇപ്പൊ നമ്മൾ റഷ്യയുടെ നിന്ന് കൂടുതൽ എണ്ണ മേടിക്കുന്നതിന് കാരണം റഷ്യ ഇപ്പൊ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് തരുന്നത്. അപ്പം ബ്രസീൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും ഡിസ്കൗണ്ട് റേറ്റ് ഇടാൻ പോവുകയാണെന്ന്. ഇന്ത്യ യാതൊരു മടിയും കൂടാതെ നേരെ കപ്പൽ വെച്ച് ബ്രസീലിലേക്ക് പിടിക്കും ഡിസ്കൗണ്ട് റേറ്റിന് സാധനം കിട്ടാനായിട്ട്. അവിടെ ഇത് കിട്ടുന്നതാണ്. അപ്പം ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ശക്തമായ ഒരു രാജ്യങ്ങളിലേക്ക് മുകളിലേക്ക് ഇനി പഴയതുപോലെ അമേരിക്കയ്ക്ക് ഉപരോധം എന്ന് പറയുന്ന ആ ഉമ്മാക്കി കാണിക്കാൻ കഴിയില്ല എന്നാണ്.
കാരണം ഒരുപക്ഷെ ഇന്ത്യക്ക് മേൽ അവസാനം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമായിട്ട് മാറുന്നതാണ് ആ വാജ്പേയിയുടെ കാലത്ത് ആ നമ്മൾ അണുപരീക്ഷണം നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ആണവ ഉപരോധം എന്ന് ഉപരോധം. നമുക്ക് പറയേണ്ടി വരും. ആണവ ഉപരോധമല്ല, സർവ്വ സാധനങ്ങൾക്ക് ഉപരോധം വന്നില്ലേ. പക്ഷെ അന്ന് അവർക്കും കിട്ടി ഒരുപാട് പണി. അന്നായിരുന്നു ഈ പെപ്സി, കൊക്കക്കോള തുടങ്ങിയ ഈ ഇതുണ്ടല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ ഒരു ബൂമിംഗ് ഉള്ള സമയം കൂടിയായിരുന്നു നമ്മുടെ രാജ്യത്ത്. അതൊക്കെ പാടെ കെട്ടിച്ചു. പക്ഷെ അന്ന് നമ്മുടെ ജനതയ്ക്ക് ഇതുപോലെയുള്ള, എനിക്ക് തോന്നുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ശക്തമല്ലായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു 1988 കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ക്യാമ്പയിൻ തന്നെ നടന്നത് അന്ന് തന്നെ കെട്ടിപ്പോയെന്നെ ഈ ഫോറിൻ, പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. പെപ്സി പോയിട്ട് അവരുടെ ഒരു ഒന്നും തന്നെ ഇവിടെ ചെലവാകാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നേനെ. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുമ്പ്. കാരണം നമ്മളുടെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം മാത്രമല്ല, എണ്ണ വിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇതിനെ തടയിടുക എന്നൊരു ലക്ഷ്യം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ പരീക്ഷണ വേദിയാണ് ഇന്ത്യ ആക്കിയത്. ഇവിടെ ഇന്ത്യ കട്ടയ്ക്ക് തന്നെ ഞങ്ങളിത് എണ്ണ വാങ്ങും. ഇനി മറ്റൊരു പ്രധാന വിഷയം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ റഷ്യയാണ് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു വലിയ പങ്കാളി റഷ്യയാണ്. 80% ഇന്ത്യയുടെ ഊർജ്ജ തുടങ്ങിയതല്ല. ഉൽപാദനം ഇപ്പൊ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഇപ്പൊ നിലവിൽ. റഷ്യയുടെ കയ്യിൽ നിന്നാണ്. നമ്മുടെ ആണവ നിലയങ്ങൾ റഷ്യയുടേതാണ്. ബഹുഭൂരിപക്ഷം ആണവ നിലയങ്ങളും റഷ്യയുടേതാണ്, റഷ്യൻ സഹായത്തോടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഈ അടുത്ത കാലത്താണ് നമ്മൾ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങാൻ തുടങ്ങി. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ്. കാരണം അന്നേരമാണ് അവർ ഡിസ്കൗണ്ട് റേറ്റ് ഇട്ട് വിൽക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വാങ്ങാൻ ഏറ്റവും കൂടുതൽ വാങ്ങുമ്പോൾ അത്രയും വാങ്ങുന്നില്ലായിരുന്നു നമ്മള്. പക്ഷെ ഈ ഊർജ്ജ ആവശ്യങ്ങള് എത്രയോ ആണവ നിലയങ്ങളാണ് ഈ റഷ്യയുടെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ റഷ്യയുടെ ആ ടെക്നോളജിയിൽ, അല്ലെങ്കിൽ അവർ സ്ഥാപിച്ചത് മുമ്പോട്ട് പോകും. അപ്പൊ അതൊന്നും മറന്നിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഈ ഉപരോധങ്ങൾ മൂലം ഈ യൂറോപ്യൻ യൂണിയൻ കരുതുന്നത്, അവർ തകർക്കാൻ ശ്രമിക്കുന്നത് റഷ്യയല്ല, ഇന്ത്യയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുക, നമ്മളുടെ മുൻപോട്ടുള്ള പോക്കിൽ തടയിടുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമാക്കുന്നത്. പക്ഷെ പഴയതുപോലെ ആ ഉപരോധം ഏൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിലവിൽ ബ്രസീൽ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യക്ക് എത്ര എണ്ണ വേണമെങ്കിൽ ഞങ്ങൾ തരാം, ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ ഞങ്ങൾ തരാം. എന്തായാലും അമേരിക്കയ്ക്ക് ഇനി അത് വേണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുമില്ല. കാരണം അവരുടെ ഒരു 3% മാത്രമായിരുന്നു ഞങ്ങളുടെ കയറ്റുമതി ഉണ്ടായിരുന്നത്. അതിപ്പോ പോയാലും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ആ 3% ഇവിടെ ഇത് ചെയ്ത് കിട്ടും, നികത്തി കിട്ടും. ഇന്ത്യയിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യ നിലവിൽ ഇപ്പോൾ 76,000 ബാരലാണ് പ്രതിദിനം എടുക്കുന്നത്. അത് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ. ഡബിളോ ത്രിബിളോ ആക്കി കഴിഞ്ഞാൽ അതും വരും. അതുകൊണ്ടാണ് ട്രംപ് കാടടച്ചൊരു വെടിയങ്ങ് വെച്ചത്. ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം കൂടെ ഞാൻ അടിച്ചു തരും എന്ന് പറയുന്നത്. അത് അമേരിക്ക അടിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അമേരിക്കയുമായി നല്ല ബന്ധത്തിൽ പോകേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മുടെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളായാലും, അതുപോലെ വ്യോമ സാമഗ്രികളായാലും, വിമാനത്തിന്റെയും മറ്റുമല്ല സാമഗ്രികളുമായാലും ഒക്കെ തന്നെ, എയർക്രാഫ്റ്റിന്റെ സാമഗ്രികളായാലും ഒക്കെ തന്നെ നമ്മൾ ഇവരുമായിട്ട് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കരാറുകൾ ഉള്ളതും അതുമായി നമ്മൾ യോജിച്ചു പോകുന്നു. അതായത് പറഞ്ഞത് ഈ ഏകപക്ഷീയമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവർക്കും ലാഭകരമാണ്. നമ്മൾ ചെന്ന് ഫ്രീ ആയിട്ടല്ലല്ലോ ഈ സാധനം വാങ്ങുന്നത്, നമ്മൾ പണം കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ അവർക്കും അതിന്റെ കച്ചവടം ആവശ്യമാണ്, നമുക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് യുദ്ധത്തിന്റെ കാലമല്ല, പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോകേണ്ട കാലമാണെന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഈ ബ്രിക്സിന്റെയും റഷ്യയുടെയും ഒക്കെ ഒരു സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. ഇത്രയും ദിവസങ്ങളിൽ ഇന്ത്യ ഒരു മെയിൻ ലീഡിംഗ് റോളിൽ ഇല്ലായിരുന്നു. ഈ നാറ്റോയുടെയും ഒപ്പം തന്നെ ട്രംപിന്റെയും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലീഡിംഗ് റോളിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് ബ്രിക്സിലുള്ള മറ്റു രാജ്യങ്ങളുടെ കമന്റ്സ് ആണ് നമുക്കിനി അറിയേണ്ടത്. അതായത് ബ്രസീൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ചൈനയുടെ എന്താണ് അവരുടെ നിലപാട്, അവരുടെ പ്രസ്താവന എന്താണെന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇന്ത്യയിലെ ഇപ്പോൾ ഈ നയാര എനർജിയുമായി ബന്ധപ്പെട്ട് ചൈന ഒന്നും പറയാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും ഈ ഉപരോധം കടുക്കുമ്പോൾ ചൈനയിലേക്ക് എണ്ണ വരാതിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ മാത്രമായിരിക്കണം ഒരുപക്ഷെ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും പുറത്തു വരാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഇന്ത്യ രണ്ടും കൽപ്പിച്ച് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതിനെ വകവെക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. റഷ്യയുടെ മേൽക്കുള്ള ഉപരോധത്തെ അംഗീകരിക്കില്ലെന്നും പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ലോകത്തിന്റെ ശാക്തിക ചേരി പതുക്കെ ക്ലിയർ ആകുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ക്ലൈമാക്സ് ഒരു പുകമറ പോലെ ആയിരിക്കും, ആരെ തല്ലുന്നു എന്നൊന്നും നമുക്ക് ക്ലിയർ ആകത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ ക്ലിയറായി വരുന്നുണ്ട്. റൂട്ട് പതുക്കെ ക്ലിയറായി വരുന്നുണ്ട്. ഇപ്പോൾ റഷ്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു.